ബ്രദർ സെബാസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണെന്ന്. കാരണം പല പ്രാവശ്യം വായിക്കുമ്പോഴാണ് ആ ജീവിതം പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യരൊന്നും വായിക്കപ്പെടുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ വായിക്കപ്പെടുന്ന മനുഷ്യരൊക്കെ കുറവാണ്. എന്നാൽ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കപ്പെടും. നല്ല മനുഷ്യരാണെങ്കിൽ വീണ്ടും വീണ്ടും വായിക്കപ്പെടും. അങ്ങനെ ഒരു മനുഷ്യനാണ് ബ്രദർ സെബാസ്റ്റ്യൻ എന്നാണ് എൻ്റെ വിശ്വാസം. 2 വർഷമായി നമ്മൾ വിട്ടു പിരിഞ്ഞിട്ട്. ബ്രദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ പഠിപ്പിക്കുന്ന വലിയൊരു ആത്മീയതയുണ്ട്, ശിശുത്വത്തിൻ്റെ ആത്മീയത. ഒരു കുഞ്ഞു കണക്കെ ഉള്ള നിഷ്കളങ്കമായ ഹൃദയം ദൈവത്തിനു വേണ്ടി സൂക്ഷിക്കുക. ആ ഹൃദയത്തിൻ്റെ നൈർമല്യത്തിൽ നിന്നുള്ള ഒരു കോൺഫിഡൻസ്, ആത്മധൈര്യം ദൈവത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ആത്മീയത ബ്രദറിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് തന്നെയായിരുന്നു ബ്രദറിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയൊരു ക്വാളിറ്റിയുമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, ബ്രദർ ഓൾവേസ് ഹി വാസ് അവൈലബിൾ. എപ്പോഴും സമീപസ്ഥനായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഓടിയെത്താൻ, അരികിലായിരിക്കാൻ ബ്രദറിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയെ തിന്ന ഒരു മനുഷ്യനായിട്ട് ബ്രദറിനെ തോന്നിയിട്ടുണ്ട്. പ്രാർത്ഥന ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. പ്രാർത്ഥനയുടെ ഒരു നൈരന്തര്യം ജീവിതത്തിൽ ബ്രദറിനുണ്ടായിരുന്നു. അത് വളരെ അത്ഭുതകരമായൊരു കാര്യമായിട്ടാണ് എനിക്ക് പിന്നീട് തോന്നിയത് കേട്ടോ. ആദ്യമൊക്കെ ബ്രദർ അങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഇച്ചിരി അസ്വസ്ഥതയും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു നൈരന്തര്യം, ആ നൈരന്തര്യത്തിൽ നിന്ന് ബ്രദറിൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയത വായിച്ചെടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. അതിൽ കള്ളം ഉണ്ടായിരുന്നില്ല, സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രമാത്രം സുന്ദരമായ, ലളിതമായ ഒരു സന്യാസ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച് തീർത്തിട്ടാണ് ബ്രദർ പോയിട്ടുള്ളത്. എല്ലാ സന്യാസികൾക്കും, എല്ലാ കർമ്മനീത സന്യാസികൾക്കും ഒരു വലിയ മാതൃകയാണ്. നമുക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃക. ഒരു പക്ഷേ ബ്രദറിൻ്റെ ജീവിതം പോലെ ജീവിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ല എന്ന് വരും. ശരിയാണ്, ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള ജീവിത രീതികളും ജീവിത ശൈലികളും ഉണ്ട്. പക്ഷേ ഈ ബ്രദറിൻ്റെ ജീവിതത്തിൽ ബ്രദർ കാത്തു സൂക്ഷിച്ചിരുന്ന ക്വാളിറ്റീസ്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബ്രദർ നമ്മളെ പഠിപ്പിച്ചു പോകുന്ന നല്ല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ ശ്രമിക്കാം. ബ്രദർ എല്ലാ മനുഷ്യർക്കും നല്ല ഓർമ്മകൾ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്, നന്മ ഓർമ്മകൾ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ബ്രദർ നമ്മളെ വിട്ട് പോയപ്പോൾ പലരുടെ ഹൃദയത്തിലും വലിയൊരു വേദനയും വേർപാടും ഒക്കെ അനുഭവപ്പെടുന്നത്. പക്ഷെ ഇന്ന് ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു സങ്കടമോ വേദനയോ വേർപാടിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, മറിച്ച് വലിയ സന്തോഷമായിരിക്കും. കാരണം നമുക്ക് ബ്രദറിൽ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ കണ്ടൊരു ജീവിതം, സത്യമുള്ള ജീവിതം, ആ ജീവിതം സ്വർഗത്തിലായിരിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ ജീവിതത്തിൻ്റെ ആ ഒരു പ്രത്യേകതയെ നമുക്ക് സ്വീകരിക്കാൻ, എങ്ങനെയാണോ ബ്രദർ സ്വർഗത്തിനൊത്ത ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ അടുത്തേക്ക് പോയത്, അതുപോലെ നമുക്കും സ്വർഗത്തിനൊത്തൊരു ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങാനെങ്കിലും ശ്രമിക്കാം. ബ്രദറിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിലെപ്പോഴും വരുന്ന സുന്ദരമായിട്ടുള്ള ദൈവവചനം, ഹൃദയശുദ്ധിയുള്ള ഒരു ഭാഗ്യവാന്മാർ ഒരു ദൈവത്തെ കാണുന്നുള്ളതാണ്. സത്യമാണ്. ബ്രദറിന് എല്ലാവരിലും
ദൈവത്തെ കാണാൻ പറ്റിയിരുന്നു. എല്ലാത്തിലും ദൈവത്തെ കാണാൻ പറ്റിയിരുന്നു. ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണല്ലോ ഗുഡ്നെസ് അഥവാ നന്മ അല്ലെങ്കിൽ നല്ലത് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനിലും ഒരു കുറ്റവും ഒരു ദോഷവും കാണാത്ത ഒരു മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ഉള്ള നന്മ മാത്രം കാണുന്ന, നല്ലത് മാത്രം കാണുന്ന, അത് മാത്രം കാണാനുള്ള കാഴ്ചയുള്ള ഒരു കണ്ണായിരുന്നു ബുദ്ധൻ്റേത്. ആ ഒരു നന്മ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ദൈവത്തെ കാണുന്നു എന്നുള്ളത് തന്നെയല്ലേ? ആ ഒരു ദൈവവചനത്തെ എത്രമാത്രം സാർത്ഥകമാക്കിയ ജീവിതമാണ് ബുദ്ധൻ്റേത്. നമുക്ക് മുമ്പിലുള്ള ഒരു വലിയ ചോദ്യം അതാണ്. നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ കാണുന്നതെല്ലാം നല്ലതാണോ? നമ്മൾ കൊടുക്കുന്നതെല്ലാം നന്മയാണോ?